കിടക്കുന്ന നാൽക്കാലികളുടെ കാര്യത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കുമെന്ന് തിരുവല്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ KCV ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു എം ഉദയൻ. തിരുവല്ലാമല പഞ്ചായത്തിൽ നാൽക്കാലികളുടെ വിളയാട്ടം മൂലം പൊതുജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് KCV വാർത്ത നൽകിയിരുന്നു. തുടർന്ന് ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തിരുവല്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ KCV ന്യൂസിനോട് പറഞ്ഞു. കാട്ടുപന്നി കൃഷികൾ നശിപ്പിച്ചിരുന്നെന്നും ഷൂട്ടർമാരെ ഉപയോഗിച്ച് കാട്ടുപന്നികളെ കൊല്ലാൻ സാധിച്ചിട്ടുണ്ടെന്നും ഉദയൻ പറഞ്ഞു. കാട്ടുപന്നികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്ന വിഷയം ധാരാളം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഏറ്റവും ആദ്യം സർക്കാർ ഉത്തരവ് ലഭിച്ച ആദ്യം തന്നെ കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഉത്തരവ് എടുത്തിട്ടുള്ള ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒന്നാണ് തിരുവല്ലാമല പഞ്ചായത്ത്. നമ്മൾ ആദ്യഘട്ടമായി ഏതാണ്ട് 200ഓളം കാട്ടുപന്നികളെ കൊന്ന് സംസ്കരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വീണ്ടും ആ നടപടി 2 മാസം കൂടുമ്പോൾ പൂർത്തീകരിച്ച് വരുന്നതുമാണ്. ഇപ്പോൾ കാട്ടുപന്നികളുടെ ശല്യം തിരുവല്ലാമലയിൽ കുറവുള്ളതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഷൂട്ടർമാരെ വെച്ചുകൊണ്ട് കാട്ടുപന്നികളെ കൊല്ലുന്ന നടപടി നടന്നുകൊണ്ടുവരികയാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഏതാണ്ട് 10ഓളം കാട്ടുപന്നികളെ കൊല്ലാൻ വേണ്ടി സാധിച്ചു. അതിനു മുമ്പ് ഒരു മാസ് ആയിട്ടുള്ള പ്രോഗ്രാമിന്റെ ഭാഗമായി ഏതാണ്ട് 200ഓളം കാട്ടുപന്നികളെയാണ് നമ്മൾ തിരുവല്ലാമലയിൽ മാത്രം കൊന്ന് സംസ്കരിച്ചിട്ടുള്ളത്. ഫോറസ്റ്റിന്റെയും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒക്കെ അനുമതിയോടുകൂടി ഏറ്റവും ആദ്യം ചെയ്ത പഞ്ചായത്തുകളിലൊന്ന് തിരുവല്ലാമലയായിരുന്നു. നാൽക്കാലികൾ അലഞ്ഞുതിരിയുന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റി അതിനുവേണ്ട തീരുമാനം എടുത്തിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്ന തിരക്ക് നിൽക്കെയാണ് ഉടൻ നടപടി സ്വീകരിക്കാത്തത്. അലഞ്ഞുതിരിയുന്ന നാൽക്കാലികൾ അധികവും ഉടമസ്ഥർ ഉള്ളവയാണ്. ഇവയെ പിടിച്ചുകെട്ടി ഉടമസ്ഥർ വരുന്ന മുറയ്ക്ക് ഫൈൻ ചുമത്തി വിട്ടു നൽകും. അല്ലാത്തവയെ വളർത്താൻ സന്നിഹിതരായവർക്ക് വിട്ടു നൽകുമെന്നും തിരുവല്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ KCV ന്യൂസിനോട് പറഞ്ഞു. അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുമായി ബന്ധപ്പെട്ട വിഷയം CCTVയുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തിരുവല്ലാമലയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ അലഞ്ഞുതിരിയുന്ന കാള ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു മാസങ്ങൾക്ക് മുമ്പ് വലിയ വാർത്തയായിരുന്നു. മുറിവേറ്റ കാള തെരുവിലൂടെ അലഞ്ഞുതിരിയുന്നു. ഇത്തരത്തിൽ ധാരാളം നാൽക്കാലികൾ റോട്ടിൽ അലഞ്ഞുതിരിയുന്നു എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി അതിന് തീരുമാനവും എടുത്തിട്ടുള്ളതാണ്. അതിനിടയിൽ വോട്ടർ പട്ടികയുടെ പേര് ചേർക്കലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തിരക്കിലായതുകൊണ്ടാണ് അത്തരത്തിലൊരു വളരെ പെട്ടെന്നുള്ളൊരു നടപടിക്ക് പോവാതിരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഹിയറിംഗ് നടപടി അവസാനിച്ചതിന് ശേഷം തീർച്ചയായും ആ നടപടി ഉണ്ടാവും. ഇവിടെ തിരുവല്ലാമലയെ സംബന്ധിച്ച് അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ 80% ഉടമസ്ഥരുള്ള കന്നുകാലികളാണ്. ആദ്യപടിയായി ഉടമസ്ഥരുള്ള കന്നുകാലികളെ പിടിച്ചു കിട്ടുകയാണ്. ഉടമസ്ഥർ വരുന്ന മുറയ്ക്ക് ഫൈൻ ചുമത്തി അത് തിരികെ നൽകും. അല്ലാത്ത പക്ഷം അത് വളർത്താൻ ഏൽപ്പിക്കുന്ന ആളുകൾക്ക്, സുരക്ഷിതമായി വളർത്തുന്ന തയ്യാറുള്ള ആളുകൾക്ക് തിരിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും ആ നടപടികളുമായി മുന്നോട്ട് പോകും. ഉടമസ്ഥരുള്ള കന്നുകാലികൾ ഉടനെ തന്നെ പിടിച്ചു കെട്ടണം എന്ന വാർത്ത ഇതിനു മുമ്പും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഇത് അത്തരം ആളുകൾ ഇതൊരു ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് അവയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അല്ലാത്ത പക്ഷം പഞ്ചായത്ത് അവയെ പിടിച്ചു കെട്ടി ഫൈൻ ചുമത്തി, ഉടമസ്ഥൻ വരുന്ന വർഷം ഫൈൻ ചുമത്തി തിരികെ നൽകും. അതല്ലെങ്കിൽ അതിന് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.